ആത്മനമസ്കാരം. ശ്രീമൻ നാരായണീയം, ദശകം 30, വാമനാവതാരം. ഒന്നാമത്തെ ശ്ലോകത്തിൽ മഹാബലിയുടെ ദിഗ്വിജയമാണ് വിവരിക്കുന്നത്. ശ്ലോകം 1. ശക്രേണ സംയതി ഹതോ ബിബലിർമഹാത്മാ ശുക്രേണ ജീവിതതനു ക്രതോ വർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകീ ചക്രേ വശേ സ തവ ചക്രമുഖാദഭീതഃ. ശക്രേണ സംയതി ഹതഃ അപി ബലിഃ മഹാത്മാ ശുക്രേണ ജീവിതതനുഃ ക്രതു വർദ്ധിത ഊഷ്മാ വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകീം ചക്രേ വശേ സഹ തവ ചക്രമുഖാത് അഭീതഃ. സംയതി ശക്രേണ ഹതഃ അപി. മുൻപ് കഴിഞ്ഞ ദശകത്തിൽ പാലാഴിമദനം കഴിഞ്ഞുണ്ടായ യുദ്ധത്തിൽ ശക്രേണ ഹതഃ അപി എന്ന് വെച്ചാൽ ഇന്ദ്രനാൽ കൊല്ലപ്പെട്ടവനായിട്ടും ശുക്രേണ ജീവിതതനു, ശുക്രമഹർഷി ശുക്രാചാര്യർ ജീവൻ കൊടുത്ത ആ ദേഹത്തോടു കൂടിയ മഹാത്മാ സഹ ബലി, മഹാത്മാവായ ആ ബലി ക്രതു വർദ്ധിത ഊഷ്മ വിക്രാന്തിമാൻ, യാഗം ചെയ്ത് ബലം ശക്തിയും വർദ്ധിച്ച് മഹാപരാക്രമിയായിട്ട് തവ ചക്രമുഖാത് അഭീതഃ, ഭഗവാനെ അങ്ങയുടെ സുദർശന ചക്രത്തിന്റെ മുമ്പിൽ പോലും ഭയമില്ലാത്തവനായി. ഭയ നിലീന സുരാം, അങ്ങനെ പേടിച്ചോടി ഒളിച്ചുപോയ സുരാം, ദേവന്മാരോടു കൂടിയ ത്രിലോകിയും, 3 ലോകവും വശേ ചക്രേ, അവൻ സ്വന്തം കാൽക്കീഴിലാക്കി. ആ മഹാബലി അവയെ 3 ലോകവും പിടിച്ചടക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു, പാലാഴി മദന സമയത്ത് ദേവാസുര യുദ്ധം നടന്നതും അന്ന് അസുര ചക്രവർത്തിയായ ബലിയാണ് ഇന്ദ്രനോട് പൊരുതിയത്. ആ യുദ്ധത്തിൽ ദേവേന്ദ്രനാൽ വധിക്കപ്പെട്ടിരുന്നു മഹാബലി. പിന്നീട് യുദ്ധം അവസാനിപ്പിച്ച് ബാക്കി വന്ന അസുരന്മാർ, വധിക്കപ്പെട്ട ആ മരിച്ചു കിടക്കുന്ന അസുരന്മാരെ അസുരഗുരുവായ ശുക്രാചാര്യരുടെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ സമയം മൃതസഞ്ജീവിനി ശുക്രമഹർഷിയുടെ കണ്ടുപിടുത്തമായിരുന്നു. അതുകൊണ്ട് അസുരന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായിട്ടുള്ളത്. അങ്ങനെ ശുക്രാചാര്യരെ മൃതസഞ്ജീവിനി മന്ത്രം ജപിച്ച് മഹാബലിക്ക് ജീവൻ തിരിച്ചു കൊടുത്തു. അതിനുശേഷം ഗുരുവിന്റെ അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടി മഹാബലി ആ ഒരു ദിഗ്വിജയത്തിനായിട്ട്, അതായത് ലോകം മുഴുവൻ പിടിച്ചടക്കാനായിട്ട് അതിനായുള്ള യാഗം അനുഷ്ഠിച്ചു. ആ യാഗത്തിൽ കൂടി ബലവും ശക്തിയും വർദ്ധിച്ച മഹാപരാക്രമശാലിയായിട്ടുള്ള മഹാബലി പിന്നീട് ദേവലോകം വരെ കീഴടക്കാനായിട്ട് ദേവേന്ദ്രനോട് യുദ്ധം ചെയ്യാൻ അസുര സൈന്യവുമായി ചെന്നുവെന്നാണ് പറയുന്നത്. ഈ സമയം ദേവേന്ദ്രൻ ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയോട് ചോദിക്കുകയാണ്, എന്താണ് ഈ മഹാബലിയുടെ പ്രഭാവത്തിന് കാരണമെന്ന്. അപ്പോ മഹാബലിയുടെ പ്രഭാവത്തിന് കാരണം അദ്ദേഹം നടത്തിയ ആ വിശ്വജിത്ത് എന്ന യാഗമാണ്. ആ യാഗത്തോടു കൂടി അദ്ദേഹം മഹാശക്തിമാനായിരിക്കുന്നു, അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഇനി ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ബൃഹസ്പതി മറുപടി പറയുകയും ചെയ്തു. അങ്ങനെ ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവന്മാരെല്ലാം ദേവലോകത്തിൽ നിന്നും ഓടി ഒളിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ മഹാബലിക്ക് ദേവലോകവും മഹാബലി കീഴടക്കിയെടുത്തു. അതിനുശേഷം ഭഗവാന്റെ സുദർശന ചക്രത്തെ പോലും ഭയമില്ലാത്തവനായി മാറി അങ്ങനെ മഹാബലി. അതുമാത്രമല്ല, ഇവിടെ ബലിക്ക് ഭഗവാന്റെ സുദർശനത്തെ പോലും ഭയമില്ലാതെ വരാൻ ഒരു കാരണമുണ്ട്. അതായത് ന വദ്യോ മേ തവ അന്വയഃ, അതായത് ഭഗവാൻ പ്രഹ്ലാദന് ഒരു വരം കൊടുത്തിരുന്നു. ന വദ്യോ മേ, എന്നാൽ വധിക്കപ്പെടുകയില്ല, തവ അന്വയഃ, നീയോ നിന്റെ വംശപരമ്പരയിൽപ്പെട്ട ആരും തന്നെ എന്നാൽ വധിക്കപ്പെടുകയില്ല എന്ന് ഭഗവാൻ പ്രഹ്ലാദന് ഒരു വരം കൊടുത്തിരുന്നു. അതുകൊണ്ട് അത് മഹാബലിക്ക് അറിയാം. അതുകൊണ്ടാണ് മഹാബലിക്ക് സുദർശനത്തെ ഒട്ടും ഭയമില്ലാതെ ആയത് എന്നും കൂടി ഒരു കാരണമുണ്ട്. ശ്ലോകം 2. പുത്രാർത്തി ദർശനവശാദതിർവിഷണ്ണ
തം കാശ്യപം നിജപദീം ശരണം പ്രപന്നാ ത്വത്പൂജനം തദുദിതം ഹി പയോവൃതാഖ്യം സാ ദ്വാദശാഹമചരത് ത്വയി ഭക്തിപൂർണാ. പുത്ര ആർത്തി ദർശനവശാത് അതിഥിഃ വിഷണ്ണാ തം കശ്യപം നിജപദീം ശരണം പ്രപന്നാ ത്വത് പൂജനം തദു ഉദിതം ഹി പയോവൃത ആഖ്യം സാ ദ്വാദശ അഹം അചരത് ത്വയി ഭക്തിപൂർണ. അതിഥിഃ ദേവമാതാവായ അതിഥി പുത്രാർത്തി ദർശനവശാത് തൻ്റെ പുത്രന്മാരുടെ അതായത് ദേവന്മാരുടെ കഷ്ടത കണ്ട് വിഷണ്ണ ദുഃഖിക്കുന്നവളായ ആ അതിഥി നിജപതിയും തം കശ്യപം തൻ്റെ ഭർത്താവായ ആ കശ്യപ മഹർഷിയെ ശരണം പ്രപന്ന ശരണം പ്രാപിച്ചു. തത് ഉദിതം അദ്ദേഹം ഉപദേശിച്ച പ്രസിദ്ധിയുള്ള പയോവൃത ആഖ്യം പയോവൃതം എന്നു പേരായ വ്രതം ഹി ത്വതു പൂജനം അനുഷ്ഠിച്ച് അങ്ങനെ അതിഥി അങ്ങയെ ആരാധിച്ചു ഭഗവാനെ ആരാധിച്ചു. സാ ത്വയി അവൾ അങ്ങയിൽ തികഞ്ഞ ഭക്തിപൂർണ ഭക്തിയോടുകൂടി മുടങ്ങാതെ ദ്വാദശ അഹം 12 ദിവസം അചരത് ആചരിച്ചു പോന്നു. ഈ ഒരു വ്രതം കഠിന വ്രതം 12 ദിവസം ആചരിച്ച് ഭഗവാനെ പൂജിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവമാതാവായ അതിഥി തൻ്റെ മക്കൾ അനുഭവിക്കുന്ന കഷ്ടതയും ദുഃഖവും കണ്ട് വിഷണ്ണയായിട്ട് ദുഃഖിച്ച് തൻ്റെ ഭർത്താവായ കശ്യപ മഹർഷിയോട് ശരണം പ്രാപിച്ചു വിഷമം പറഞ്ഞു. അപ്പൊ മഹർഷി പറഞ്ഞു, ഭഗവാന് മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കൂ. അപ്പോൾ നീ ഭഗവാനെ പ്രസാദിപ്പിക്കണം. അതിനെ പയോവ്രതം എന്ന പേരിൽ അതികഠിനമായ വ്രതം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു. ഈ പയോവ്രതം ഉത്തമ സന്താന ലബ്ധിക്ക് വിശേഷപ്പെട്ടതാണെന്ന് പുരാണ പ്രസിദ്ധിയുണ്ട്. അപ്പോൾ ഭർത്താവിൻ്റെ നിർദ്ദേശം പ്രകാരം അതിഥി അങ്ങനെ അതികഠിനമായിട്ടുള്ള ആ പയോവ്രതം എന്ന വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ ആരാധിച്ചു. അതും 12 ദിവസം അത് നിഷ്ഠയോടുകൂടി ആചരിച്ചു പോന്നു. ശ്ലോകം 3. തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യാ ശ്യാമശ്ച ദുർഭുജവഭൂ സ്വയമാവിരാസി നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസി. തസ്യ അവധൗ ത്വയി നിലീനമതേഃ അമൂഷ്യാഃ ശ്യാമഃ ചതുർഭുജ വപുഃ സ്വയം ആവിരാസിഃ നമ്രാം ച താം ഇഹ ഭവത്തനയഃ ഭവ ഇയം ഗോപ്യം മദ് ഈക്ഷണം ഇതി പ്രലപൻ അയാസീഃ. തസ്യ അവധൗ ആ വ്രതം അവസാനിക്കുമ്പോൾ, അതായത് ആ പയോവ്രതം എടുത്ത് അതിഥി ആ പയോവ്രതം എടുത്ത് അവസാനിക്കുമ്പോൾ ത്വയി അങ്ങയുടെ നിലീനമതേ അങ്ങയിൽ മുഴുകിയ മനസ്സോടുകൂടിയ അമോഷ്യ പുരഹ അവളുടെ മുന്നിൽ ആ അതിഥിയുടെ മുൻപിൽ ശ്യാമഹ ചതുർഭുജ വപുഃ ശ്യാമവർണ്ണനും ചതുർബാഹുവുമായി ത്വം അവിടുന്ന് സ്വയം ആവിരാസി സ്വയം പ്രത്യക്ഷനായി. എന്നിട്ട് ഇഹ ഈ സമയം നമ്രമുഖിയായി താം ച ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച അവളോട് അഹം ഞാൻ ഭവത്തനയഃ ഭവതിയുടെ പുത്രനായി ഭവേയം അവതരിക്കുന്നുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞു. മാത്രമല്ല മദ് ഈക്ഷണം ഗോപ്യം ഇപ്പോൾ ഭവതി കണ്ട എൻ്റെ ഈ ദർശനം മറ്റാരും അറിയരുത് ഇതി പ്രലപൻ എന്നരുളി ചെയ്തിട്ട് അയാസിഹി അവിടുന്ന് മറയുകയും ചെയ്തു എന്ന്. അപ്പോൾ പയോവ്രതം അനുഷ്ഠിച്ച അതിഥിയുടെ മുൻപിൽ ആ വ്രതം അവസാനിക്കുമ്പോൾ തന്നെ ഭഗവാനിലുള്ള ഭക്തിയിൽ മുഴുകിയ മനസ്സോടുകൂടിയിരിക്കുന്ന അവളുടെ മുന്നിൽ ശ്യാമവർണ്ണനും 4 തൃക്കരങ്ങളുമായിട്ട് ഭഗവാൻ അവിടെ പ്രത്യക്ഷനായി. എന്നിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചു ഭക്തിയോടുകൂടി നിൽക്കുന്ന അതിഥിയോട് പറയുകയാണ്, ഞാൻ തന്നെ ഭവതിയുടെ പുത്രനായി അവതരിക്കുന്നുണ്ട്, ഈ വിഷമത്തിനൊരു പരിഹാരം കാണുന്നുണ്ട് എന്നും പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഭവതി കണ്ട എൻ്റെ ഈ ദർശനം ഇനി മറ്റാരും അറിയരുത് എന്നും അരുളി ചെയ്തിട്ട് ഭഗവാൻ അവിടെ നിന്ന് മറയുകയും ചെയ്തു.
ശ്ലോകം 4. ത്വം കാശ്യപേ തപസി സന്നിദദത് തദാനീം പ്രാപ്തോസി ഗർഭമതിതേ പ്രണുതോ വിധാത്രാ പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാ ദ്വാദശി ശ്രവണ പുണ്യദിനേ ഭവന്തം. ത്വം കാശ്യപേ തപസി സന്നിദത് തദാനീം പ്രാപ്തഃ അസി ഗർഭം അതിദേഹ പ്രണുതഃ വിധാത്രാ പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാ ദ്വാദശി ശ്രവണ പുണ്യ ദിനേ ഭവന്തം. തദാനി അനന്തരം ഭഗവാൻ അങ്ങനെ അതിഥിയെ അനുഗ്രഹിച്ചു പോയതിനു ശേഷം ത്വം നിന്തിരുവടി കാശ്യപേ തപസി തപോനിഷ്ഠനായ കാശ്യപന്റെ രേതസിൽ ആ വീര്യത്തിൽ സന്നിധാനം ചെയ്തു, ആ വീര്യത്തിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് അതിദേഹ ഗർഭം അതിഥിയുടെ ഗർഭത്തിൽ പ്രാപ്തഃ അസി പ്രവേശിക്കുകയും ചെയ്തു. വിധാത്ര ഇതറിഞ്ഞ ബ്രഹ്മാവ് പ്രണുതഃ ഭഗവാനെ അങ്ങയെ പ്രകീർത്തിച്ചു. പ്രകട വൈഷ്ണവ ദിവ്യരൂപം ദിവ്യമായ വൈഷ്ണവ രൂപം വ്യക്തമായി പ്രകാശിപ്പിക്കുന്ന ഭവന്തം നിന്തിരുവടിയെ ദ്വാദശി ശ്രവണ പുണ്യദിനെ ദ്വാദശിയും തിരുവോണവും കൂടിയ പുണ്യദിനത്തിൽ സഹ ആ അതിഥി പ്രാസൂതഃ ച പ്രസവിക്കുകയും ചെയ്തു എന്നാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ അതിഥിയുടെ ആ കഠിനമായ വ്രതത്തിൽ സംപ്രീതനായ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് അതിഥിയെ അനുഗ്രഹിച്ചു. അതിനുശേഷം അതിഥിയുടെ ഭർത്താവായിട്ടുള്ള തപോനിഷ്ഠനായ കശ്യപന്റെ വീര്യത്തിലേക്ക് പ്രവേശിച്ച് അതിലൂടെ അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. അങ്ങനെ ഭഗവാൻ ഇതാ അടുത്ത ഒരു ശരീരം സ്വീകരിക്കാൻ പോകുന്നു എന്നറിഞ്ഞ ബ്രഹ്മാവ് ഭഗവാനെ പ്രകീർത്തിച്ചു. അങ്ങനെ ദിവ്യമായ വൈഷ്ണവ രൂപത്തെ വ്യക്തമായി പ്രകാശിപ്പിക്കുന്ന ആ തേജസ് അതുപോലെ പ്രകാശിപ്പിക്കുന്ന ഭഗവാനെ അങ്ങയുടെ ആ രൂപം ദ്വാദശിയും തിരുവോണവും, അതായത് നമ്മുടെ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ ആ പുണ്യദിനത്തിൽ അതിഥി ഭഗവാനെ ആ വാമനമൂർത്തിയെ പ്രസവിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മലയാളികള് ഏറ്റവും വലിയ ഉത്സവമായിട്ട് ആഘോഷിക്കുന്ന ഓണം, ആ തിരുവോണം നാള് യഥാർത്ഥത്തിൽ വാമന ജയന്തിയാണ്. നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ആഘോഷിക്കുന്നത് പോലെ ആഘോഷിക്കേണ്ട വാമന ജയന്തിയാണ് ചിങ്ങമാസത്തിലെ തിരുവോണം നാള്. ആ നക്ഷത്രം വാമന ജയന്തി ആയിട്ടാണ് യഥാർത്ഥത്തിൽ ആഘോഷിക്കേണ്ടത്. അപ്പോൾ ആ ദിവസമാണ് വാമനമൂർത്തിയെ അതിഥി പ്രസവിച്ചത്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേട്ട് വളർന്നത് തിരുവോണം നാളിൽ മഹാബലി കേരളത്തിലുള്ളവരെയൊക്കെ സന്ദർശിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ച് കേട്ട് വളർന്നു വന്നത്. യഥാർത്ഥത്തിൽ മഹാബലിക്ക് കേരളവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഓണം എന്ന ഉത്സവത്തിന്റെ യഥാർത്ഥ തത്വം ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ്, നക്ഷത്രത്തിലാണ് വാമനമൂർത്തി അവതരിച്ചത്. വാമന ജയന്തിയായി ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ് ഇത് എന്നുള്ളതാണ് വാസ്തവം. ശ്ലോകം 5. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷേ ഹർഷാകുലേ സുരകുലേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതിനുദപി ത്വം തക്ഷണേ പടുതമം വടുരൂപമാധാ. പുണ്യാശ്രമം തം അഭിവർഷതി പുഷ്പവർഷൈഃ ഹർഷാകുലേ സുരകുലേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയ ഇതി നുദഃ പിതൃഭ്യാം ത്വം തത്ക്ഷണേ പടുതമം വടുരൂപം ആധാഃ. സുരകുലേ
ദേവഗണങ്ങൾ ഹർഷാകുലെ സന്തോഷപരവശരായി കൃതതുര്യഘോഷെ പെരുമ്പറ മുഴക്കിക്കൊണ്ട് പുഷ്പവർഷൈഹി തം പുണ്യാശ്രമം അഭിവർഷതി. ആ പുണ്യാശ്രമത്തിലെങ്ങും പൂമഴ വർഷിക്കുമ്പോൾ ആ സമയത്ത് അഞ്ജലിയും ബദ്ധ്വ തൊഴുകൈകളോടെ ജയ ജയ ഇതി, ഭഗവാനെ അങ്ങയെ നിന്തിരുവടി ജയിച്ചാലും ജയിച്ചാലും എന്ന് പിതൃഭ്യാം നുതഃ, തൻ്റെ മാതാപിതാക്കളാൽ സ്തുതിക്കപ്പെട്ട ത്വം അവിടുന്ന് തക്ഷണേ ഉടനെ തന്നെ സമർത്ഥമായ പടുതമം ആ വടുവേഷം, അതായത് ഒരു കുട്ടിയായ ബ്രഹ്മചാരി വേഷത്തെ ആദാഹ കൈക്കൊണ്ടു എന്ന്. അപ്പോൾ ഭഗവാൻ അതിഥിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് രഹസ്യമായിരുന്നു. പക്ഷെ ഭഗവാന്റെ ഈ ഒരു അവതാരം അത് എല്ലാവർക്കും മനസ്സിലായി അത് ഭഗവാൻ തന്നെയാണെന്ന്. അപ്പോൾ ദേവഗണങ്ങൾ സന്തോഷപരവശരായി പെരുമ്പറ മുഴക്കി. ആ പുണ്യാശ്രമത്തിലെങ്ങും പൂമഴ വർഷിച്ചു. മാതാപിതാക്കളായ അതിഥിക്കും കശ്യപനും മനസ്സിലായി ഇത് ഭഗവാൻ തന്നെ എന്ന്. അങ്ങനെ തൊഴുകൈകളോടെ ഭഗവാനെ അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും എന്ന് സ്വന്തം മാതാപിതാക്കളാൽ സ്തുതിക്കപ്പെട്ട അവിടുന്ന് ഉടനെ തന്നെ പെട്ടെന്ന് ആ ജനിച്ച വഴിക്ക് തന്നെ ഒരു ബ്രഹ്മചാരി വേഷം, ഒരു കുട്ടിയായിട്ടുള്ള ബ്രഹ്മചാരി വേഷം കൈക്കൊള്ളുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.